പൊതുവേ ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ആണൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കുടുംബത്തിനെ മൊത്തം വിളിച്ചോണ്ട് വന്നിട്ടല്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഒരു ഫോറിൻ കൺട്രിയിലെ വീഡിയോ നമ്മൾ കണ്ടാലും അതിനകത്തൊരു 10% വീഡിയോക്കകത്തായിരിക്കും ഫാമിലി ഇൻവോൾവ്. അല്ലാതെ ഇറ്റ്സ് ദ ബോയ് ആൻഡ് ദ ഗേൾ. ഇഫ് ദ ബോയ് ലവ്സ് ദ ഗേൾ, ഇഫ് ദ ഗേൾ ലവ്സ് ദ ബോയ്, ഡൺ ആൻഡ് ഡസ്റ്റഡ്. വിൽ യു മാരി മീ? ഇഫ് ദ ഗേൾ സേസ് യെസ്, ഇറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. കല്യാണം കഴിക്കും. ഇനി പിന്നെ വീട്ടുകാരോട് സംസാരിച്ച് അവരെ അഗ്രീപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ടാസ്ക് ആണ്. അഫ്കോഴ്സ് പുള്ളിക്കാരന്റെ വീട്ടിലെല്ലാം അറിയാം. എന്റെ വീട്ടിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെയ്ക്കും എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്, ഒരു നെഗറ്റീവ് ഒരു ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. ദേ ആർ ഓൾസോ ഓക്കെ വിത്ത് ഇറ്റ്. അപ്പൊ എനിക്കിത് പ്രൊസീജിയർ ഉണ്ട്. മൈ പേരൻസ് സ്റ്റിൽ തിങ്ക് ദാറ്റ് ഐ ആം എ ലിറ്റിൽ ടു യങ് ഫോർ ഇറ്റ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഏജ്. നമ്മളിപ്പോ 18+ ആയി കഴിഞ്ഞാൽ പിന്നെ ഇഫ് യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ഇഫ് യു തിങ്ക് യു ആർ മെച്യൂർഡ് ഇനഫ് ടു ഗെറ്റ് മാരിഡ്, ഇഫ് യു തിങ്ക് യു കൻ ലീഡ് എ ഫാമിലി, ഇഫ് യു തിങ്ക് യു കൻ ലുക്ക് ആഫ്റ്റർ എ ബേബി, then go for it. എനിക്ക് തോന്നുന്നു മുന്നേ തന്നെ ഞാൻ ദിയനെ ഫോളോ ചെയ്യുമ്പോൾ ദിയാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് ടു ബി ഇൻ എ ഫാമിലി. മാരേജിന്റെ മാത്രമല്ല, ഐ എം സംബഡി കുഞ്ഞായിരുന്നപ്പോ തൊട്ട് എനിക്ക് ബേബീസ് ഇല്ലേ, ടു ടേക്ക് കെയർ ഓഫ് ബേബീസ്, ഐ ലവ് ഇറ്റ്. ഇപ്പൊ എന്റെ അങ്കിൾ ആയാലും നമ്മുടെ എന്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. എനിക്ക് ഡെയിലി 500 വെച്ച് തരുമായിരുന്നു. അത് കളക്ട് ചെയ്ത് 15,000 ആയി എന്റെ എമൗണ്ട്. അവരെ നാനി പരിപാടിയായിരുന്നു ഞാൻ ചെയ്തോണ്ട്. അപ്പോൾ ഐ യൂസ് ലവ് ദാറ്റ്. എനിക്ക് പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായിരുന്നു അവരെ നോക്കാം. ഐ യൂസ് ലവ് ബേബീസ്. അപ്പൊ എന്റെ എപ്പോഴുള്ളൊരു ഇപ്പൊ നമ്മുടെ മറ്റേ തങ്കമകൻ സിനിമയ്ക്കകത്തൊരു എന്നെ സൊല്ല ആ ഒരു വൈബില്ലേ, ആ ഒരു ഐ എം നോട്ട് ടെല്ലിങ് അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് എനിക്ക് വേണം, സോഷ്യൽ മീഡിയ ലൈഫ് വേണ്ട, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ഒരു സിമ്പിൾ ഹാപ്പി ലൈഫ് വെയർ nobody wants to harm anybody. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ലൈഫ് ഇല്ലേ, where the husband loves the wife, they have a child, they're happy with the child, they're happy with the mother-in-law, happy with the father-in-law. ആ കൈൻഡ് ഓഫ് ഒരു ലൈഫ് ഇല്ലേ. എനിക്ക് പണ്ട് മുതലേ അത്രയും സിമ്പിൾ ഒരു ലൈഫ് മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കും, എന്താ ചെയ്യാ സിനിമയിലൊന്നും കയറുന്നില്ല, ആഗ്രഹമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാൻ ഞാൻ കുറെ കാലം കാത്തിരുന്നു. അപ്പൊ ദെൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് പിടികിട്ടി, സിനിമ എന്ന് പറയുന്ന അല്ല ലൈഫ്. അത്രേ ഉള്ളൂ. അത് വന്നു ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാനായിട്ട് അതിന് വേണ്ടി ഒരു ഇത് വേണം. അത് എനിക്ക് പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. ഐ എം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ഐ കൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്, ഐ കൻ ടേക്ക് കെയർ ഓഫ് എ ബേബി, ഐ കൻ ലീഡ് എ ഫാമിലി. അത് എനിക്ക് ഫീൽ ആയി. ഓൾസോ ഐ എം 26 years old. ഒരു കുഞ്ഞു ഭാവയല്ല ഞാൻ. എനിക്ക് തോന്നുന്നു അവർക്ക് ചെറിയൊരു കൺസേൺ അതായിരിക്കും. അഫ്കോഴ്സ് അതിപ്പോ എന്റെ വീട്ടുകാർക്ക് നാളെ 100 വയസ്സായാലും അവരുടെ കണ്ണിൽ ഞാൻ ബേബി ആയിരിക്കും. എന്നെ അവരെടുത്ത് എന്നെ വളർത്തിയ ആൾക്കാരല്ലേ, അപ്പൊ അവർക്ക് ഞാൻ ബേബി ആയിരിക്കും. പക്ഷെ അവരെ അപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അതെനിക്കാണ് ആ ചുമതല. അഫ്കോഴ്സ് ഐ എം ഡൂയിങ് ദാറ്റ്. അതിന്റേതായ ഒരു ഷോക്ക് എന്നൊന്നും പറയാനില്ല. പക്ഷെ എല്ലാരും ചോദിച്ചു എന്തുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളൊരു സംഭവം. അത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പൊ എനിക്കിത് പ്രീ പ്ലാൻ ചെയ്ത് നിങ്ങളോട് വന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ആര് കിളിയാവും ഞാൻ. അപ്പൊ എനിക്ക് ശശിയാവാൻ, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല എന്നുള്ളത് പോലെ ആയി. പിന്നെ പുള്ളിക്കാരന്റെ വീട്ടില് പുള്ളിക്കാരന്റെ അമ്മ ചോദിച്ചു ഇത്രേ ഉള്ളൂ, ഏണ്ടാ എന്നെ ഇൻവൈറ്റ് പണല, ഇത്രേ ചോദിച്ചുള്ളൂ, ഏണ്ടാ എന്നെ ഇൻവൈറ്റ് പണല. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ അച്ഛനെ അമ്മയൊന്നും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രപ്പോസൽ സീൻ, ഇന്റിമേറ്റ് സീൻ.